ഇടുക്കി മാങ്കുളം പാമ്പും കയത്ത അജ്ഞാതൻ കുരുമുളക് ചെടികൾ വെട്ടി നശിപ്പിച്ചതായി പരാതി. 2 കർഷകരുടെ കൃഷിയിടങ്ങളിലാണ് സാമൂഹ്യ വിരുദ്ധർ അതിക്രമം നടത്തിയത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ശല്യം നിലനിൽക്കുന്നുവെന്ന് കർഷകർ പറയുന്നു. സംഭവത്തിൽ കർഷകർ പോലീസിൽ പരാതി നൽകി. മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പാമ്പും കയം പന്നിപ്പാറയിലാണ് അജ്ഞാതർ കർഷകരുടെ കൃഷിയിടങ്ങളിൽ നിന്നിരുന്ന കുരുമുളക് ചെടികൾ വെട്ടി നശിപ്പിച്ചത്. കളത്തിൽ പറമ്പിൽ അഭിലാഷ്, കുന്നേൽ, സെലിൻ ജോസഫ് എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് സാമൂഹ്യവിരുദ്ധർ അതിക്രമം നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി പ്രദേശത്ത് ഈ ശല്യം നിലനിൽക്കുന്നുവെന്ന് കർഷകർ പറയുന്നു. നമ്മുടെ ഈ കൃഷിയിടത്തിൽ ഏതോ സാമൂഹിക വിരുദ്ധര് നമ്മുടെ കൃഷികൾ വെട്ടി നശിപ്പിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചില ഇത് നമുക്ക് കാണിച്ചു തരാം. ഇത് വാക്കത്തി കൊണ്ട് വെട്ടി കളഞ്ഞ ഒരു കൊടിയാണ്. ഇത് നമ്മളിവിടെ കൃഷി ചെയ്ത് അത്ര കാര്യമായിട്ട് നമ്മൾ പരിപാലിച്ചുകൊണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ അത് വളരെ മോശമായ രീതിയിൽ വെട്ടി നശിപ്പിച്ച് ഇട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു കൊടിയാണ്. അതും ഇതുപോലെ അതിൻ്റെ ചൂട് തീർത്താണ് വെട്ടിയിരുന്നത്. അതുപോലെ തന്നെ ഇത് ഇച്ചിരി മാറി നമ്മൾ അതിനകത്ത് തന്നെയുള്ളൊരു കൊടിയാണ്. അതും ഇതുപോലെ തന്നെ ചോട്ടിൽ നിന്ന് വാക്കത്തി കൊണ്ട് വെട്ടി മുറിച്ച് വെച്ചേക്കുകയാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരിക്കും. വാക്കത്തി കൊണ്ട് വെട്ടി മുറിച്ച് വെച്ചിരിക്കുന്നു. ഏതാനും നാളുകൾക്ക് മുമ്പ് അഭിലാഷിന്റെ കൃഷിയിടത്തിലെ കായ്ഫലമുള്ള ഒരു കുരുമുളക് ചെടി വെട്ടി നശിക്കപ്പെട്ടിരുന്നു. എന്നാൽ അന്ന് അഭിലാഷ് ഇത് കാര്യമായി എടുത്തില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വീണ്ടും ഒന്നിലേറെ കുരുമുളക് ചെടികൾ സമാന രീതിയിൽ നശിക്കപ്പെട്ടതോടെയാണ് ഈ കർഷകർ പ്രതിസന്ധിയിലായത്. കഴിഞ്ഞ ദിവസവും കുരുമുളക് ചെടികൾ വെട്ടി നശിക്കപ്പെട്ടു. സംഭവത്തിൽ കർഷകർ പോലീസിൽ പരാതി നൽകി. ആയുധം ഉപയോഗിച്ച് കുരുമുളക് ചെടികൾ വെട്ടി നശിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് അഭിലാഷ് പറഞ്ഞു. കൃഷിയിടത്തിൽ ആൾതാമസമില്ലാത്തതും അതിക്രമം നടത്തുന്നയാൾക്ക് സഹായകരമാകുന്നു. കായ്ഫലമുള്ള കുരുമുളക് ചെടികളാണ് വെട്ടി നശിക്കപ്പെട്ടിട്ടുള്ളത്. ചെടികൾ ഉണങ്ങി നശിച്ചതോടെ കർഷകർക്ക് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇനിയും സമാന രീതിയിൽ അതിക്രമം ഉണ്ടാകുമോ എന്ന ആശങ്ക കർഷകർക്കുണ്ട്. സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തണമെന്നാണ് ഈ കർഷകരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.